പേര് ജ്യോതിഷ് ഫ്രം വടകര. ബ്രോ നമുക്ക് ആലപ്പുഴ. ഞാൻ ബസ്സാം കൊല്ലത്തുനിന്ന. കൊച്ചി. അല്ലേ നമ്മളിത് ഫുള്ള് കേരളത്തിൽ നിന്നാണല്ലോ ഇവിടെ. കാനഡയിൽ വരുമ്പോ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ആരും കാണാനില്ല. നോക്കാം, നമുക്ക് കാണും. അത് പറഞ്ഞ ഞാൻ വീട്ടിലോട്ടെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഒരാളെങ്കിലും വിളിക്കുന്നല്ലോ. അതെ, ക്ലാസ് കൊടുക്കാൻ പോലെ നമുക്കൊന്ന് പരിചയപ്പെടാം. മണ്ടോ മണ്ടോ എന്തോ ദേ മോൻ വിളിക്കണ വാ. മോനാ ആ ദേ മോൻ. അച്ഛാ. ആ അതെ, ഇവിടെ വന്നു ക്ലാസ്സിൽ കയറി. ഇന്ന് ക്ലാസ് തുടങ്ങുകയാണ്. ഓ പിന്നെ പേടിക്കൊന്നും വേണ്ട, ഫുള്ള് മലയാളികളാ. ആണല്ലേ? അതെ, ആ നമസ്കാരം നമസ്കാരം. ക്ലാസ് തുടങ്ങുകയാണ്. അച്ഛാ അനുഗ്രഹിക്കണം. ഓ എല്ലാവർക്കും അമ്മേ വെച്ചോട്ടെ, ക്ലാസ് തുടങ്ങാറായി. ആ അല്ല, ഒരു പ്രശ്നം എന്താന്ന് വെച്ചാലേ, എനിക്ക് ഇംഗ്ലീഷിന്റെ ഒരു ഫ്ലുവൻസിയുടെ പ്രശ്നമുണ്ട്. എനിക്ക് അങ്ങനെ വശമില്ല ഇംഗ്ലീഷ്. ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും. പേടിക്കണ്ടോ, ഞാൻ മലയാളം പഠിച്ചേ. ആണല്ലേ? ഒരു മാസം ആകുമ്പോ ഓക്കെ ആവും. ഓക്കെ ആവും. ഇംഗ്ലീഷ് അറിയില്ല. Good morning, all of you. Good morning. Welcome to Abroad Institute. ഇതെല്ലാവർക്കും സുഖല്ലേ? എന്താ പുറത്തൊന്നും തെളിച്ചില്ലാത്ത? ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു മാസം എന്താ മലയാളം പറയണെന്ന് അല്ലേ? എനിക്കറിയാം, നിങ്ങളെ ഫസ്റ്റിലെ ബേജാറാക്കേണ്ടത് കരുതിയിട്ടാ. നിങ്ങളൊക്കെ മലയാളികളല്ലേ, ഞാനും മലയാളിയാണ്. എൻ്റെ നാട് കോഴിക്കോടാണ്, കല്ലായിയാണ് എൻ്റെ വീട് കേട്ടോ. ഞാൻ ഇവിടെയായിട്ട് 17 കൊല്ലമായി. 17 കൊല്ലം ഞാൻ ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഞാൻ. എല്ലാവർക്കും ഹാപ്പി ആണല്ലോ അല്ലേ? വീട് വിട്ടതിൻ്റെ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇനി ഒന്നും വേണ്ട, നിങ്ങൾ എത്തിപ്പെട്ടത് അങ്ങനത്തെ ഒരു സ്ഥലത്താ. ഇവിടുന്ന് പഠിച്ചവര് മുഴുവൻ രക്ഷപ്പെട്ടവരാ. നിങ്ങളിപ്പോ ഇവിടുത്തെ 15ാമത്തെ ബാച്ചാ. ഇതിന് മുമ്പ് ഇവിടെ പഠിച്ച കുട്ടികളൊക്കെ ഇവിടെ തന്നെ സെറ്റിലായി. ഇവിടെ തന്നെ എന്ന് പറഞ്ഞാല് കാനഡയിലും UK ഒക്കെ ആയിട്ട് ഇവിടെ പഠിച്ച് ഇവിടെ തന്നെ പണിയും നേടി, ഇവിടെ തന്നെ പെണ്ണും കെട്ടി, ഇവിടെ അങ്ങോട്ട് ജീവിക്കുക കേട്ടോ. അപ്പൊ ഭാര്യക്കും ഭർത്താവിനും ജോലി, നല്ല ശമ്പളം, പിന്നെന്താ നോക്കണ്ടത്? അതിനാണല്ലോ നിങ്ങളൊക്കെ വന്നതല്ലേ? ആ, അപ്പൊ നല്ല ഉസാറായിട്ട് പഠിക്കുക. പിന്നെ പെരേന്ന് ഇപ്പൊ നിങ്ങളെ അച്ഛനും അമ്മയും ഒരുപാട് പൈസ ഒക്കെ ചെലവാക്കിയിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടാവുക അല്ലേ? ആകെ 2 കൊല്ലം കൊണ്ട് നിങ്ങൾ തിരിച്ചടയ്ക്കുക കേട്ടോ. ഇപ്പൊ ഇവിടെ 5 മണിക്കൂറാണ് ക്ലാസ് ഉണ്ടാവുക. 5 മണിക്കൂർ, ബാക്കി 17 മണിക്കൂർ നിങ്ങൾ ഫ്രീ ആയാലും. ഒരു 7 മണിക്കൂർ കിടന്നുറങ്ങിയാലും ബാക്കി 10 മണിക്കൂറുണ്ട്. അതിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് പല പണിക്കും പോവാ. ഒരുപാട് ജോലിയുണ്ട് ഇവിടെ. മണിക്കൂറിനാണ് പൈസ. നമ്മുടെ നാട്ടിലെ പോലെയല്ല, നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ. പിന്നെ ഡിസംബർ 2-3 മാസങ്ങളിൽ ഭയങ്കര തണുപ്പായിരിക്കും. അത് നിങ്ങൾ സഹിക്കാൻ വേണം കേട്ടോ. ഷട്ടറും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇപ്പൊ വീട്ടിലൊക്കെ കയറുമ്പോൾ, താമസിക്കുന്ന സ്ഥലത്തേക്ക് കയറണമെങ്കിലേ ഈ ഐസൊക്കെ കുത്തി പൊളിച്ചിട്ട് വരും. ചിലപ്പോൾ നമ്മൾ കയറേണ്ടി വരിക. മൂത്രം കഴിച്ചാൽ മൂത്രമൊക്കെ പൊട്ടിച്ച് കളയേണ്ടി വരും. അങ്ങനത്തെ സമയമൊക്കെ വരും ഇവിടെ. അതൊക്കെ സമയമാകുമ്പോൾ പറയാം. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ദെൻ ഐ ഇൻട്രൊഡ്യൂസ് ഡോക്ടർ K. ശീതൾ. മൂപ്പരാണ് നിങ്ങൾക്ക് ബിസിനസിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആള് കേട്ടോ. സാറ് ക്ലാസ്സാ. ഇവിടെ മൂപ്പരെ ക്ലാസ് ഇഷ്ടപ്പെടാത്ത കുട്ടികളില്ല. മൂപ്പര് MBA BBA എടുത്തിട്ടുണ്ട്. MBA മൂപ്പര് എടുത്തത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിന്നാ. BBA മൂപ്പര് എടുത്തത് പിന്നെ അത് കിട്ടില്ലല്ലോ, അതിൻ്റെ നാവുമ്മൽ വരില്ല, ഭയങ്കര അടങ്ങി. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി മൂപ്പര് എടുത്തത്. പിന്നെ സാൻ ഫ്രാൻസിസ്കോ എന്നാണ് മൂപ്പര് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. ചില്ലറക്കാരനല്ലാന്ന് പറയുകയാണ്. ഞാൻ പിന്നെ കാലിഫോർണിയ എന്നാണ് BBA എടുത്തത്. അതിനുശേഷം പിന്നെ ഞാൻ UK-ലും കാനഡയിലൊക്കെ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കലാണ്. കഴിഞ്ഞ 17 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. എൻ്റെ പെണ്ണുങ്ങൾ ഇവിടെ തന്നെയാണ്. ഭാര്യ ഓള് ഇവിടെ നേഴ്സാണ്. പിന്നെ നാട്ടിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. നാടിനൊക്കെ മറന്നു നമ്മൾ. നിങ്ങളൊരു തെങ്ങും തേങ്ങയും ഒക്കെ മറന്നാളിട്ടോ. ഇനി ഇവിടെയാണ്. അപ്പം ഞാൻ നിങ്ങൾ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. ക്ലാസ് എടുക്കാൻ വേണ്ടി ഡോക്ടർ ശീതളിനെ ക്ഷണിക്കുകയാണ്. പ്ലീസ്. Good morning. Good morning.
Not enough salt. Powerful. Good morning. Good morning. Good. Right. Good. അതായത് നാം ഇവിടെ എടുക്കാൻ പോണ ക്ലാസ് ബിസിനസ് ക്ലാസ് ആണ്. യുനോ പറഞ്ഞ് മനസ്സിലാവണ്ടോ നിങ്ങക്ക്? കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവണ്ടോ? ബിസിനസ് ക്ലാസ് ആണ് എടുക്കുന്നത്. അറിയാലോ എന്താണ് യഥാർത്ഥത്തിൽ ബിസിനസ്? നമുക്ക് ആവശ്യമുള്ള കാശ് വേറെ ഒരുത്തന്റെ പോക്കറ്റിൽ നിന്ന് നമ്മുടെ പോക്കറ്റിലേക്ക് ആക്കുക. അത് തന്നെ ബിസിനസ്, വേറെ ഒന്നുമില്ല. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുക എന്ന് വിചാരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ, ഇപ്പോ നിങ്ങൾക്ക് ഏറ്റവും ലോക്കലായിട്ട് മനസ്സിലാവണമെങ്കിൽ ഇപ്പോ ഒരു ആട്ടുംകുട്ടീനെ പറഞ്ഞുതരാം. അതാ നോക്കി, അതായത് നമ്മുടെ ശ്രദ്ധിക്കും, ബോട്ടിലേക്ക് ശ്രദ്ധിക്കും. ആ ഇതിപ്പോ ആട്ടുകുട്ടിയാന്ന് വിചാരിക്കും. ആട്ടുകുട്ടനെ പോലെ അങ്ങനെ വിചാരിച്ചത് ആട്ടുകുട്ടി. ആ ഇങ്ങനെ രണ്ട് കൊമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ആട്ടുകുട്ടിയാണ്. ഈ ആട്ടുംകുട്ടീനെ നമുക്ക് എവിടെ കൊണ്ടുപോയി കച്ചവടം ചെയ്യണം? ഒരു ആട്ടുംകുട്ടീനെ ഇന്ത്യയിൽ നിന്ന് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക്, അതായത് ഇപ്പൊ കാനഡയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്താ അതിന്റെ റിസ്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒന്നാമത്തെ നമ്മൾ ഇതിന്റെ വലുപ്പം നമ്മൾ കണക്കാക്കണം. ഒരു പ്രൊഡക്റ്റിന്റെ വലുപ്പം എത്ര ഉണ്ട്, അപ്പൊ ഇതിനനുസരിച്ചിട്ടുള്ള അളവായിരിക്കണം അതിന്റെ പേക്ക്. മനസ്സിലാവണോ നിങ്ങൾക്ക്? നേരെ മറിച്ച് ആട്ടും കൂട്ടറെ കാട്ടാണെന്ന് വിചാരിക്കുക. ആട്ടും കാട്ടാണ് എത്ര കൊണ്ടുണ്ട്? ഇത്രേ ഉള്ളൂ. ഒരാട്ടും കൂട്ടറെ ആട്ടും കാട്ടം പാക്ക് ചെയ്യണമെങ്കിൽ വളരെ ചെറിയ പാക്കറ്റ് മതി. ഇവിടെ നമ്മുടെ പോയിന്റ്. അപ്പൊ ഒരു ആട്ടുംകുട്ടീനെ കടത്തുന്നതിനേക്കാളും കാശ് ഉണ്ടാക്കാൻ പറ്റും എന്തെന്ന്? ആട്ടും കാട്ടത്തുനിന്ന്. ആട്ടും കാട്ടെന്ന് പറയുന്നത് വളരെ ഔഷധമുള്ള സാധനമാണ്. അത് വലിയ വളമാണെന്ന് നമ്മുടെ വായ കൊണ്ടാണ് നമ്മൾ പറഞ്ഞു വരുത്തുന്നത്. ഏത് ആട്ടുംകാട്ടം അവർക്ക് വേണോ വേണ്ടോ എന്നുള്ളത് വേറെ കാര്യം. അവർക്ക് വേണമെന്ന് തോന്നിപ്പിക്കേണ്ടത് നമ്മുടെ പരിപാടിയാണ്. അപ്പൊ ഈ ഒരു ആടിനെ കൊണ്ടുവന്നതിനേക്കാളും റിസ്ക് കുറഞ്ഞിട്ട് നമുക്ക് ആട്ടുംകാട്ടം എന്ത് ചെയ്യാ? കാനഡയിലേക്ക് എത്തിക്കുക, ഇവിടേക്ക് എത്തിക്കുക. ഇതാണ് ഒരു ബിസിനസ് ട്രിക്ക് എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോൾ തിയറിക്കലായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. ഇത് പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ നിങ്ങളായിട്ട്. ആ സുലൈമാനെ പറയ്, കച്ചവടമില്ലെന്നോ? എന്തും വർത്താനം, യോനക്കാല വർത്താനം പറയുകയാണെങ്കിൽ ഒരു ലോഡ് മീനെന്നാണ് ഇക്കണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കള്ള സക്കള് ഇങ്ങോട്ട് മുന്നോട്ട് സുക്കൂറിനോട് പറഞ്ഞല്ലോ. എടാ ആ പോലെ ഒരുപാട് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താ എനിക്ക് വില കൊടുത്താൽ വാങ്ങി അയക്കാൻ പറ്റാത്ത എനിക്ക്? ഇനി അന്ന ഞാനോട് ഏൽപ്പിച്ച് കള്ള സുവറെ എനിക്ക് നഷ്ടം ഉണ്ടാക്കുള്ളൂ നായിയെ. ആ വെച്ചോ. ആ പിന്നെ ഒരാപോലെ എടുത്ത് പെരയിൽ ഉമ്മ കൊണ്ട് കൊടുക്ക്. ഉമ്മ കറിക്കൽ വെച്ച് കൂട്ടട്ടെ. അന്നൊന്നും ഒരു പണി ഏൽപ്പിച്ച് നടക്കൂല. സോറി കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ആവോലിയല്ല, ഒരു ആടിന്റെ വല എന്ന് പറയുന്നത് വലിയൊരു വലയാണ്. അപ്പൊ അത്രയും ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ അതിന്റെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിനനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രോഫിറ്റ്.